ഓം നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. കൂടാതെ വീഡിയോ മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക. ചോതി നക്ഷത്രക്കാർക്ക് 2024 മാർച്ച് മാസത്തിൽ ജാതകർക്ക് അനുഭവത്തിൽ വരുന്ന നക്ഷത്ര മാസ ഫലങ്ങൾ ഏതൊക്കെ രീതിയിൽ ആയിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കൂടുതൽ അറിവ് നേടുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകുവാനും സാധിക്കുകയും ചെയ്യുന്നതാണ്. മക്കളുടെ സന്താനങ്ങളുടെ പുരോഗമനത്തിനായും സംരക്ഷണത്തിനായും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. കായിക മത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. അതുവഴി തന്നെ അംഗീകാരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അതിലൂടെ ദൂരയാത്രകൾ നടത്തേണ്ട സാഹചര്യങ്ങളുണ്ടാകും. ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും ഇങ്ങനെയുള്ള യാത്രകൾ വഴി പുതിയ തൊഴിൽ മേഖലകളുടെ ആശയങ്ങൾ ഉണ്ടാകുവാനുള്ള വഴിയൊരുക്കും എന്നുള്ളതാണ്. ഈ സമയം പകർച്ചവ്യാധികളോ മൂത്രാശയ രോഗങ്ങളോ പിടിപെടാതിരിക്കുവാനുള്ള മുൻകരുതൽ ഉണ്ടായിരിക്കണം. ഊഹക്കച്ചവടങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം പിന്മാറുന്നതായിരിക്കും ബുദ്ധി. ഭക്ഷ്യ വിഷബാധ ഏൽക്കാനും സാധ്യത കൂടുതലാണ്. ആയതിനാൽ ഇങ്ങനെയുള്ള യാത്രാ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ അത് ശ്രദ്ധയോടെ ആയിരിക്കണം എന്നുള്ളത് കൂടി ഓർമ്മിക്കുക. വിദ്യാർത്ഥികൾക്ക് വിജയ പ്രതീക്ഷയോടെ തന്നെ പരീക്ഷകൾ എഴുതുവാൻ സാധിക്കുന്നതാണ്. ഓർമ്മശക്തി കൂടി നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുന്നവർക്കുമൊക്കെ അനുകൂലമായ ഒരു സമയം കൂടിയാണ് ഈ മാർച്ച് 2024. ഇതിനെല്ലാം ഉപരി ഈശ്വരചിന്തയും പ്രാർത്ഥനയും ജീവിതത്തിൽ ശീലമാക്കുവാൻ കൂടി ശ്രമിക്കുക. അതുവഴി മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതുമുള്ള എല്ലാ മാറ്റങ്ങളും നല്ല രീതിയിലുള്ള എല്ലാ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.